എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാഗർ സൂര്യ. എനിക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് നൽകി ആക്ടർ സാഗർ സൂര്യ. ഒരുപാട് വർഷത്തെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു ഇങ്ങനൊരു പേര് ഉണ്ടാക്കിയെടുക്കാൻ. തൃശ്ശൂർ ജില്ലയിലെ പൊറനാട്ടുകരയാണ് എൻ്റെ നാട്. വീട്ടിൽ അച്ഛൻ, അമ്മ ഈ വരുന്ന ജൂൺ 11 ആകുമ്പോൾ 5 വർഷമായി ഞങ്ങൾ വിട്ടുപോയിട്ട്. അപ്പം എനിക്കൊരു അനിയനാണുള്ളത്. അപ്പം അമ്മ പോയപ്പോൾ അമ്മയുടെ അമ്മ ഞങ്ങളുടെ വീട്ടിലുണ്ട്. സ്നേഹം കിട്ടി വളർന്നൊരു മോനാണ് ഞാൻ. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഞാൻ ഒരിക്കലും പോലും അവർ തല്ലു പിടിക്കുന്നതോ ഒന്ന് പിണങ്ങിയിരിക്കുന്നതോ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അമ്മയാണ് എൻ്റെ ലൈഫിലെല്ലാം. അമ്മയുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ വിഷമത്തെക്കാട്ടൊക്കെ ഉപരി മറ്റുള്ളവരുടെ വിഷമത്തിനായിരുന്നു ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഒരു ഉദാഹരണം പറയാം, എൻ്റെ വീട്ടിൽ ചെറിയ ജോലിക്കൊന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു വീടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയും, എടാ നീ വലുതായി ജോലിയൊക്കെ കിട്ടുമ്പോൾ ആ ചേച്ചിക്കൊരു വീട് വെച്ച് കൊടുക്കണടാ. പക്ഷെ അമ്മ പോയാലും എനിക്ക് ആ ചേച്ചിക്കൊരു കുഞ്ഞു വീട് എനിക്ക് വെച്ച് കൊടുക്കാൻ പറ്റി. കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ നിന്നു, എൻ്റെ കൂട്ടുകാരന്മാർ കുറച്ച് കൂടെ നിന്നു. പറഞ്ഞു വന്നതൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ. ഞാൻ പഠിച്ചതൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആശ്രമ സ്കൂളുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാവുമെന്ന്. ഒന്നുമില്ല, നമ്മൾ ഒരു മാർക്കുമില്ല. പക്ഷെ കുത്തിരി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യും. ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു ചെക്കൻ തന്നെയായിരുന്നു. സോഡ ഗ്ലാസ്സൊക്കെ വെച്ച് അധികാരോട് സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ കലാപരമായിട്ട് സ്കൂളിലൊക്കെ അങ്ങനെ വലിയ ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. അവസാനം 10th എത്തി. 10th ആണല്ലോ നമ്മുടെ എല്ലാവരും അടിസ്ഥാനമായിട്ടുള്ള ഒരു മാർക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തുടങ്ങി 10th ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും വലുത്. കല്യാണാലയ്ക്കും പോയാലും റേഷൻ കടയിൽ പോയാലും ഈ മാർക്ക് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ. ശരി, വീണ്ടും കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിച്ചു. ട്യൂഷന്, നൈറ്റ് ക്ലാസ്, അതൊക്കെ ഉറക്കം വരുമ്പോൾ ബക്കറ്റിലൊക്കെ കാലൊക്കെ മുക്കിയിരുന്ന് പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അച്ഛനമ്മയും ഉറപ്പിച്ചു, എൻ്റെ മോന് 10+. അമ്മയും അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായി. റിസൾട്ട് വന്നു, 1 A+, 2 B+, 2 B, 5 C+. ഇതായിരുന്നു എൻ്റെ മാർക്ക്. ഇതിനാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചേ എന്ന് അച്ഛൻ എൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചില്ല അച്ഛൻ. പക്ഷെ അച്ഛൻ്റെ റിലേറ്റീവ്സൊക്കെ വിളിക്കും, മോൻ എത്ര മാർക്കുണ്ട്. മാർക്കിൻ്റെ ബേസിൽ അച്ഛൻ തപ്പി തടയണ ഒരു അച്ഛനെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പം അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഞാൻ ഇട്ടാവട്ടത്ത് കണ്ടുപോയിട്ടുള്ള ഏറ്റവും നല്ല ജോലിയുള്ള ആൾ. അപ്പം അച്ഛൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, സയൻസ് എടുത്താലാണ് നമുക്ക് കുറേ നല്ല ഓപ്ഷനൊക്കെ കിട്ടുള്ളൂ, ജോലി സാധ്യതയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ സയൻസിലേക്ക് മാറി. സയൻസിലേക്ക് വന്നപ്പോൾ മനസ്സിലായി ഇത് എളുപ്പമല്ല ഈ പരിപാടി. എന്നെ സംഭവിച്ചോളൂ, ഞാൻ വീണ്ടും പെട്ടു. കാരണം അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മ, ഇത് മാത്രമായിരുന്നു എൻ്റെ സ്വപ്നം. ഞാൻ എന്നെ പറ്റിയേ ചിന്തിച്ചിട്ടില്ല. അച്ഛനമ്മയ്ക്ക് നല്ല നല്ല ഫെസിലിറ്റീസ് കൊടുക്കില്ല, ഇത് മാത്രമായിരുന്നു എൻ്റെ സ്വപ്നം. എനിക്കിന്ന് മനസ്സിലായി ഇത് എളുപ്പമല്ല സയൻസ് എന്നുള്ള സംഭവം. പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ വീണ്ടും എഫർട്ട് ഇട്ട് പഠനം തുടങ്ങി. +1 റിസൾട്ട് വന്ന് വീണ്ടും തോറ്റു. 2 വിഷയത്തിൽ തോറ്റു, ഫിസിക്സിലും മാത്സിലും ഫെയിലായി. +2 ആയി. +2 ആയപ്പോൾ ഞാൻ അവസാനം സമയത്ത് ട്യൂഷനൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ അവൻ എന്തൊക്കെയോ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ +2 എൻ്റെ റിസൾട്ട് വന്നു. ദൈവകൃപയാൽ ജസ്റ്റ് പാസ്സായി. അപ്പോൾ ആരാണോ പേപ്പർ നോക്കി, ഒരുപാട് നന്ദിയുണ്ട്. കറക്റ്റ് പാസ്സായി. +2 അങ്ങനെ കടന്നു കിട്ടി. വീണ്ടും ഇനി എന്ത് ചെയ്യും? വീണ്ടും അച്ഛൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഇപ്പോൾ കാലത്ത് നല്ല ജോലി കിട്ടണം, എൻജിനീയറിങ് തന്നെ പഠിക്കണം. എൻജിനീയറിങ് പഠിച്ചാൽ എൻ്റെ മോന് നല്ല ജോലി കിട്ടും, സെറ്റാവും. സ്വാഭാവികമായിട്ടും നല്ല മാർക്ക് +2 കാരണം നാട്ടിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. നാട് വിടേണ്ടി വന്നു, കോയമ്പത്തൂർ പോകേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് +2 പഠിച്ചൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ വിളിച്ച് പറഞ്ഞു, നീ ഇങ്ങോട്ട് വേഗം പോന്നോ, ഇവിടെ അഡ്മിഷൻ കിട്ടും. ഓൾറെഡി ക്ലാസ് അവിടെ 2 മാസം സ്റ്റാർട്ടായി. എന്നിട്ടാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഈ +2 വരെയൊക്കെ മലയാളമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ഇംഗ്ലീഷും ഇവിടുത്തെ ഒരു കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് റിസൾട്ട് വന്നു. വീണ്ടും 6 സബ്ജക്റ്റിൽ 6ലും പരാജയപ്പെട്ടു. 6 എണ്ണത്തിലും തോറ്റു.
അപ്പോൾ പുതിയ കോളേജായി വരുമ്പോൾ അവിടുത്തെ റൂളുണ്ട്, അവിടെ നോട്ടീസ് ബോർഡിലൊക്കെ പേര് ഇങ്ങനെ അടിക്കും മാർക്കിൻ്റെ ബേസിൽ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വന്ന ആളുടെ പേര് പോലും പിള്ളേർക്ക് ആരും അറിയില്ല, പക്ഷേ എൻ്റെ പേര് എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു ആശ്വാസവാക്കായിരുന്നു. ഒരു സപ്ലിയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ആശ്വാസവും, നീ എന്തിനാടൊക്കെ അറിയുന്നത് സാധാരണ കണ്ടുപിടിച്ച് 5-6 പേപ്പർ വയ്ക്കണം നോക്കി അടിപൊളിയായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമൊക്കെ ആയി. ഞാൻ ക്ലാസ്സിലൊക്കെ ഒരു തമിഴന്മാർ പറയും, നീതാ മച്ച ന്യൂ ഇയർ. ഞാൻ പറയും, അയ്യോ ഞാനിവിടെ ഇതെങ്ങനെയും ഇത് പാസ്സാവണമല്ലോ. സെക്കൻഡ് സെമ്മ് വന്നു, വീണ്ടും സപ്ലിയുടെ എണ്ണം കൂടി 10ആയി. തേർഡ് സെമ്മ് വന്നു 15ആയി. തേർഡ് ഇയറൊക്കെ ആകുമ്പോഴേക്കും 30 സപ്ലികൾക്ക് മേലെയായി. എനിക്കിത് പറ്റുന്നില്ല. എനിക്ക് മനസ്സിലായി ഇത് കൈവിട്ട് പോകുന്നൊരു പരിപാടിയാണ്. എൻ്റെ അച്ഛൻ്റെ പൈസ വെള്ളത്തിലാവും. എത്ര പഠിച്ചിട്ട് എനിക്കിത് മനസ്സിലാവുന്നില്ല. ഞാൻ അച്ഛനെ നേരെ വിളിച്ചു, അച്ഛാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല, ഇവിടെ വെച്ച് നിർത്താൻ, നീ ഇത്രയും പേപ്പറൊക്കെ ആയില്ലേ. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല മോനെ, നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞൊരു കോൺഫിഡൻസ് ഉണ്ട്. 2.5 മണിക്കൂറുള്ളൂ തൃശ്ശൂർക്ക് കോയമ്പത്തൂരിൽ നിന്ന്. അപ്പം ഞാൻ ഓണത്തിനൊക്കെ വെക്കേഷൻ കിട്ടുമ്പോൾ ഞാൻ പോവില്ല, അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അവിടെ ഒരു തമിഴ് സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും, അവരുടെ അടുത്തൊക്കെ ചോദിച്ചൊക്കെ മനസ്സിലാക്കി പഠിക്കും. അങ്ങനെ 6th 7th എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്ന് ഓരോരുത്തരുടെ പേരുകൾ പറയാൻ തുടങ്ങി. എൻ്റെ പേര് വിളിച്ചു. സഹറത് ഇങ്ങനെയാണ് ഒറ്റയടിക്കെല്ലാം പാസ്സായില്ല. അപ്പോൾ തമിഴന്മാരൊക്കെ ഞെട്ടിപ്പോയി, നീതാ മച്ചാൻ പോയിരുന്നൊക്കെ പറഞ്ഞവരൊക്കെ കിളി പോയി. എന്താ ഒറ്റയടിക്കൊക്കെ പേപ്പർ പാസ്സാവുന്നത്. കാരണം എൻ്റെ അടുത്ത് ടീച്ചേഴ്സ് വരെ പഠിപ്പ് നിർത്തി പോകാൻ പറഞ്ഞു. ഒരു ടീച്ചർ പറഞ്ഞു വെച്ചാൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കുക. ഒരു ടീച്ചർ വന്നു, 2 ടീച്ചർമാർ പറഞ്ഞു, 3 പേര് ടീച്ചർമാർ പറഞ്ഞു നീ നിർത്തിക്കോ. അതായത് സ്റ്റുഡൻസ് വരെ പറഞ്ഞു, ടീച്ചേഴ്സ് പറഞ്ഞു, അവിടെ അച്ഛൻ തന്നൊരു ഉറപ്പുണ്ട്, നീ മോനൊരു കുഴപ്പമില്ല, നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ അടിപൊളിയായിട്ട് 4ാമത്തെ വർഷം ഒരു പേപ്പറില്ലാണ്ട് ഞാൻ അന്തസ്സോടെ പഠിച്ച് അവിടുന്ന് പൂർത്തിയാക്കി. അപ്പോൾ അമ്മയ്ക്ക് അപ്പോഴൊക്കെ അസുഖങ്ങളുണ്ട്. അമ്മയ്ക്ക് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. ഇതുവരെ എൻ്റെ അമ്മ കോളേജിൽ പോലും വന്നിട്ടില്ല. പക്ഷെ അമ്മ പറയും, മോനെ നീ അടിപൊളിയായിട്ട് പാസ്സായി, എൻ്റെ ഗ്രാജുവേഷൻ ഇടയ്ക്ക് വരും. അപ്പം അച്ഛനും അമ്മയും ഞാനും കൂടി ഗ്രാജുവേഷൻ ഇടയ്ക്ക് പോയി. കോട്ടൊക്കെ എനിക്ക് ഇട്ട് ഫോട്ടോയൊക്കെ എടുത്ത്. അപ്പം അമ്മയുടെ മുഖത്ത് അച്ഛൻ്റെ മുഖത്തുള്ള ഒരു വലിയൊരു സന്തോഷമുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ആ ഒരു മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. വീണ്ടും എഞ്ചിനീയറിംഗൊക്കെ നല്ല അടിപൊളിയായിട്ട് പാസ് ചെയ്യും. വീണ്ടും അച്ഛൻ്റെ മറ്റു കൂട്ടാൻ്റെ അടുത്ത് പോയി, ഞാൻ ഈ പഠിച്ച സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ പറഞ്ഞു, എഞ്ചിനീയറിംഗൊക്കെ ഒരുപാട് പിള്ളേരെ ആയി, ഇപ്പോൾ നീ കുറച്ചും കൂടി ഒന്ന് പഠിക്കണം, M.Tech കൂടി എടുത്തു കഴിഞ്ഞാൽ അവന് നല്ലൊരു ജോലി ഞാൻ ചെയ്തു കൊടുക്കാം. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത്, M.Tech കൂടി നിനക്ക് എടുക്കാൻ പറ്റുമോ? ഞാൻ പഠിക്കാം. നമ്മുടെ ആ കൂടികൾ നല്ല ക്ഷമയും പഠിക്കാനുള്ളൊരു തുറയാണല്ലോ. ഞാൻ അതേ കോളേജിൽ തന്നെ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് M.Techും നല്ല അടിപൊളിയായിട്ട് ഞാൻ പാസ്സായി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ ഒന്ന് അവിടെ നിന്ന് ചോദിക്കട്ടെ. ഇനിയിപ്പോൾ ഓക്കെയാണ്, ഒരു പ്രശ്നം. ഇനി ചെറിയൊരു കോഴ്സ് കൂടി 2 മാസത്തെ QC ക്വാളിറ്റി കൺട്രോൾ. ശരി, അതും പഠിച്ചു. ഇനിക്ക് നല്ലൊരു ജോലിക്ക് തരണം. അപ്പോൾ ആൾ ഒറ്റടിക്ക് പറഞ്ഞു, ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ് പുറത്തൊക്കെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു. അപ്പം ഞാൻ ഒരു 6 വർഷത്തെ കഷ്ടപ്പാട് ഒറ്റയടിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ അടിച്ച്. ദൈവമേ. അപ്പം ഞാൻ എൻ്റെ രീതിയിലൊക്കെ ഞാൻ ജോലിക്കൊക്കെ പല രീതിയിലും നോക്കി, നടപടിയാവുന്നില്ല, ഒന്നും കിട്ടുന്നില്ല ജോലിയൊന്നും. ഈ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചത്. ഞാൻ അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പണിയില്ലാണ്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പം നീ എന്താ പരിപാടി? ഞാനിവിടെ എറണാകുളത്ത് ഒരു അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇത്രയും പഠിച്ചിട്ടാണെന്ന് ആലോചിക്കുന്നുണ്ട്, അച്ഛൻ എനിക്ക് ഞാൻ അഭിനയം പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. എടാ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം നീ ചെയ്തോ? അപ്പോൾ ഒരു 6-7 വർഷമൊക്കെ എന്നെ ചിരിക്കാണ്ടും കരയാണ്ടിരിക്കുന്ന കുറേ ഇമോഷൻസ് ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് കുറേ എക്സസൈസൊക്കെ ചെയ്തപ്പോഴും ഇത്രയും നാൾ മനസ്സിൻ്റെ ഉള്ളിൽ വിങ്ങി കെട്ടിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെ ഞാൻ അഭിനയിച്ചത് പ്രകടിച്ചപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു, നിന്നിലും നടനുണ്ടെന്ന്, നിന്നൊരു നടനുണ്ട്, നീ അടിപൊളിയാവും, ആ ഫയർ ഉണ്ട്, കളയേണ്ടതെന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ലേ, കാരണം അച്ഛൻ പറഞ്ഞത് അതേപോലെ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ആകെ കൂടി എൻ്റെ ഒരു ആഗ്രഹം ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് നാടകങ്ങൾ ചെയ്തു, ഒരുപാട് പ്ലേസ് ചെയ്തു. അപ്പം എനിക്ക് തന്നെ എൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. ക്യാരക്ടറിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അവിടുന്ന് ആ പഠനം പൂർത്തിയാക്കിയിട്ടും ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമകൾ അഭിനയിച്ചു, ഷോർട്ട് ഫിലിംസ് അഭിനയിച്ചു, ഓഡീഷന് ഒരുപാട് പോയി. അപ്പം ഞാൻ ചില സമയത്ത് ആലോചിക്കും, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ നല്ല പഠിപ്പും പഠിച്ച് ലക്ഷങ്ങൾ മേടിക്കുന്നു, കല്യാണം കഴിക്കുന്നു, കാറ് മേടിക്കുന്നു. ഞാനിപ്പോഴും അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ എനിക്ക് അവിടെ ഓഡീഷനുണ്ട്, ഒരു 500 രൂപ വേണം,
എനിക്ക് നല്ല ഡ്രസ്സ് വേണം, ഇതിനൊക്കെ അപ്പോഴും അച്ഛൻ തന്നെ പൈസ തരുന്നത്. അപ്പോഴും മനസ്സിൽ ചില സമയത്ത് ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഞാൻ എന്ത് ധൈര്യത്തിൻ്റെ പുറത്താണ് ഇത്രയും വലിയ പഠിപ്പ് കഴിഞ്ഞിട്ട് ഒന്നേന്ന് തുടങ്ങുകയാണ്. അതിനുള്ള ധൈര്യമൊക്കെ തന്നത് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു പേടി തോന്നി തുടങ്ങി. ദൈവം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലേ? കാരണം ഇൻഡസ്ട്രിയിൽ അറിയുന്ന ആൾക്കാർ തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒന്നും ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു പേടി എനിക്ക് വന്നു. എൻ്റെ പഠിച്ചതിൻ്റെ ബേസിലേക്ക് അപ്പോൾ ഒരു ഓഫർ വന്നു, ഒരു 18 മാസത്തെ ഒരു വർക്ക് വിസ ഓസ്ട്രേലിയയിൽ. അപ്പം അങ്ങനെ പോകാൻ നിൽക്കുന്ന ഒരു മൊമെൻറ്റിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തട്ടിമുട്ടി എന്ന് പറഞ്ഞ ഓഡീഷൻ്റെ കാസ്റ്റിംഗ് കോൾ അയച്ചു തന്നു. ഞാൻ അപ്പം തന്നെ കിടിലൻ ഇൻട്രോ ഒക്കെ അയച്ച് അവർക്ക് അയച്ചു കൊടുത്തു. അവരെന്നെ തട്ടിമുട്ടി ഓഡീഷനിലേക്ക് എന്നെ വിളിച്ചു. ഞാൻ ഫസ്റ്റിന് കയറി ചെന്നപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ചിരിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് പറഞ്ഞു, നല്ല കഴിവുള്ള ആളാണ്, നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം, നല്ല റേറ്റിംഗിൽ ഒരുപാട് ചാനലുണ്ട്, അവരെന്നെ എടുക്കും, വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, എനിക്ക് എൻ്റെ കഴിവിൽ ഭയങ്കര വിശ്വാസമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചുമ്മാ തട്ടി വിട്ടു. സംഭവം ഏറ്റു. അവർ കുറേ പേര് ചിരിച്ചു. രണ്ടാമത്തെ ഒരു ടാസ്ക് തന്നു, മൂന്നാമത്തെ ഒരു ടാസ്ക് തന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പെർഫോമൻസ് ചെയ്ത ഡയറക്ടറിൻ്റെ കൈ കൊടുത്ത് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും ഡയറക്ടർ വിളിച്ച് പറഞ്ഞു, ഞാൻ തന്നെ തട്ടിമുട്ടിൽ നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നിന്നെ എടുത്തിട്ടുണ്ട്, നീയാണ് മഴവിൽ മനോരമ ചാനലിലെ തട്ടിമുട്ടിയിലെ ആദിശങ്കരനായിട്ട് നിന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് സിനിമയ്ക്കുള്ള ആദ്യ ചുവടുവെപ്പ്. തട്ടിമുട്ടി എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി വീണ്ടും പഴയ പണി തന്നെ എളുപ്പമല്ല എന്നുള്ള ഒരു റിയലൈസേഷൻ വീണ്ടും വന്നു. കാരണം വേറൊന്നുമില്ല, ലെജൻഡറി ആയിട്ടുള്ള ലളിതാമ്മ, മഞ്ജു പിള്ള ചേച്ചി, നസീർ സംക്രാന്തി, ജയൻ ചേട്ടൻ, എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച മനീഷ ചേച്ചി, ഇവരുടെ കൂടെ പെർഫോമൻസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അത് സിംഗ് സൗണ്ടാണ്, ഭയങ്കരമായിട്ടുള്ള അക്ഷരസ്ഫുടത വേണം, ഇംപ്രവൈസേഷനാണ് ഫുള്ള്. ആ സെറ്റിന് മൊത്തം ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. അവസാനം മനോരമ ചാനലിൽ വരെ ഭയങ്കര പ്രഷറായി തുടങ്ങി. ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം പറഞ്ഞു, എളുപ്പമല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത്രയും വലിയ ആർട്ടിസ്റ്റിലൂടെ പെർഫോമൻസ് ചെയ്യാന്ന് പറയണം, അവന് കുറച്ച് സമയം കൊടുക്കണം, അവർ പുതിയൊരാളാണ്, അവന് കുറച്ച് സ്പേസ് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഡയറക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത്, അവൻ ഇന്ന ഒരു ഡേറ്റ് വരെ ഞാനൊരു സമയം വെച്ചിട്ടുണ്ട്, അതിനുള്ളിൽ അവൻ പെർഫോമൻസ് നന്നായില്ലെങ്കിൽ നമുക്ക് അവനെ മാറ്റാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എൻ്റെ പെർഫോമൻസസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു എപ്പിസോഡ് ഭയങ്കരമായിട്ട് ക്ലിക്കായി. എന്നെ ആൾക്കാർ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങി. ചാനലുകാരും ഭയങ്കര ഹാപ്പിയായി, ഡയറക്ടറും ഭയങ്കര ഹാപ്പിയായി. ഡയറക്ടർ എന്തൊക്കെ ചെയ്ത് പറഞ്ഞാൽ അവസാനം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ആരും പറയുന്നത് നോക്കണ്ടാ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, പക്ഷെ അഭിനയിക്കുന്ന സമയത്ത് ഇതൊന്നും ഡയറക്ടർ കാണിക്കില്ല, ഇതൊക്കെ കഴിയുമ്പോഴായിരിക്കും ആരും പറയുന്നത് നോക്കണ്ടാ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അങ്ങനെയാണ് തട്ടിമുട്ടിയും സീരിയൽ കണ്ടിട്ട് എനിക്ക് ആദ്യ സിനിമ സംഭവിക്കുന്നത്. ഉപചാരപൂർവ്വം ഗുണ്ടാജി എന്ന് പറയുന്ന സിനിമ അരുൺ വൈഗ ഡയറക്റ്റ് ചെയ്യുന്ന, ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ലൈഫിലെ സിറ്റ്കോം തട്ടിമുട്ടി മാത്രം എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള അമ്മയ്ക്ക് എൻ്റെ മുഖം ഫസ്റ്റ് മിനി സ്ക്രീനിൽ കണ്ടപ്പോൾ അമ്മ ഇങ്ങനെ കൈയടിക്കുന്നൊരു വിഷ്വൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എൻ്റെ ആദ്യ സിനിമയൊന്നും അമ്മയ്ക്ക് കാണാനുള്ള ഒരു വായു ഉണ്ടായില്ല. എൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസിന് ഭയങ്കരമായിട്ട് ഹാപ്പിയാക്കുക, ഇത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ സന്തോഷത്തെ പറ്റിയേ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ആദ്യ സിനിമ കുറേ ലേറ്റായി, കൊറോണയുള്ള കാരണം. അപ്പോഴേക്കും എൻ്റെ അമ്മ പോയിട്ടാണ്. അപ്പോഴേക്കും അമ്മയ്ക്ക് വാദസംബന്ധമായിട്ടുള്ള അസുഖമൊക്കെ വന്നിട്ട് എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് അമ്മ എന്നെ വിട്ടു പോയത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും എനിക്ക് തട്ടിമുട്ടിയ സീരിയലിലേക്ക് അഭിനയിക്കാൻ പോകണമായിരുന്നു. എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു, ഈ ഇമോഷൻ വെച്ചിട്ട് എങ്ങനെ അഭിനയിക്കും. അപ്പോൾ ഡയറക്ടറൊക്കെ വന്ന് നമ്മൾ ജോക്കറിൽ പറയുന്ന പോലെ ഷോ മസ്റ്റ് ബി ഓൺ എന്ന് പറഞ്ഞ പോലത്തെ സിറ്റുവേഷനായിരുന്നു. ഞാൻ തട്ടിമുട്ടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ആദ്യ സിനിമ തിയേറ്ററിൽ എടുക്കാൻ വൈകി. പക്ഷെ നമ്മൾ മിനി സ്ക്രീനിലൊക്കെ കുറച്ച് ഡയറക്ടേഴ്സിൻ്റെ ആദ്യ സിനിമ കണ്ടിട്ട് പൃഥ്വിരാജിൻ്റെ മാനേജറുണ്ട് ഹാരിസ് ദേശം. അങ്ങനെയാണ് ഇങ്ങനെ ഒരു പയ്യനുണ്ട്. ഞാനൊരു ആദ്യ സിനിമ കണ്ട്, ഉപചാരപൂർവ്വം ഗുണ്ടാജിയൻ. ആ സിനിമ അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ കുരുതിയിലേക്ക് അവനെ റെഫർ ചെയ്യാം. അങ്ങനെ എനിക്ക് ഓഡിഷൻ ചെയ്ത് രാവിച്ചേട്ടൻ സെലക്ട് ചെയ്തിട്ടാണ് എനിക്ക് കുരുതി പടം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ കുരുതി പടം കിട്ടിയപ്പോൾ ഞാൻ ലൈഫിൽ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു, അടിപൊളി കുറവാണല്ലോ. കാരണം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്ഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്നു, നല്ല ക്യാരക്ടർ, റോഷൻ മാത്യൂസ്, നന്ദ, നസ്ലിൻ, മമ്മൂക്കോയ് സാറ്, പൃഥ്വിരാജ്, മുരളിഗോപി സാറ്, ടെക്നിക്കലി അടിപൊളി. എൻ്റെ ആദ്യ സിനിമ ഇറങ്ങിയത് കുരുതിയായിരുന്നു. 11 ആ ഡേറ്റ് ഇറങ്ങിയത്. എൻ്റെ അമ്മ എൻ്റെ ലൈഫിൽ നഷ്ടപ്പെട്ട് 11-ാം തീയതി ആയിരുന്നു.
അപ്പോൾ എനിക്ക് തോന്നി അമ്മേൻ്റെ പ്രസൻസ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും വിഷമമുള്ള ദിവസം തന്നെ അമ്മ ആയിട്ട് എനിക്ക് സന്തോഷങ്ങൾ തരുന്നുണ്ടെന്ന് എനിക്കത് കാണാനുണ്ട്. സിനിമ ഇറങ്ങി നല്ല രീതിയിൽ അപ്രീസിയേഷൻസും കാര്യങ്ങളൊക്കെ വന്നു, ഒരുപാട് പേര് വിളിച്ചു. എനിക്ക് സിനിമകൾ പിന്നെ അതിന് ശേഷം സംഭവിച്ചു. കുരുതിക്ക് ശേഷം കാപ്പ, കാസർഗോഡ്, ജനഗണമന, ജോവെഞ്ചോ എന്നീ സിനിമകളിൽ അഭിനയിച്ചാൽ കൂടിയും എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ എന്നെ തേടി വന്നില്ല. അപ്പോഴാണ് എനിക്കൊരു ടെലിവിഷൻ ഷോയിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഷോ. അപ്പോൾ എൻ്റെ ടെലിവിഷൻ ഷോ തട്ടിമുട്ടി നടക്കുമ്പോൾ പോലും അമ്മ ആ ഷോയാണ് കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറയും, അമ്മ എന്താ എൻ്റെ പരിപാടി കാണാത്തത്? അപ്പോൾ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വരണമെന്ന്. പിന്നെ അപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് ആ ഷോ വേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഷോയിലേക്ക് പോയത്. പക്ഷേ ഷോയിലേക്ക് പോയി ഞാൻ പാതി വഴിയിൽ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പുറത്തായി. അപ്പോഴും എനിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ സ്റ്റക്കായി. മുംബൈ എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. അത് ഈ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ പറ, എനിക്ക് നിന്നൊരു കഥ പറയാനുണ്ട്. അപ്പോൾ ജോയിച്ചേട്ടനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ നേരെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി, നേരെ ജോയിച്ചേട്ടൻ്റെ ലൊക്കേഷനിലേക്ക് പോയി. അപ്പോൾ ജോയിച്ചേട്ടൻ എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പടത്തിൻ്റെ പേര് പണിയാണ്. പടം നല്ല രീതിയിൽ കംപ്ലീറ്റായി. ഈ പടത്തിൻ്റെ പ്രൊമോഷൻ തന്നെ ഞാൻ വീണ്ടും ആ ഷോയിലേക്ക് ഞാൻ എന്നാണോ പുറത്തു പോയത് അതേ സെയിം ദിവസം തന്നെ എൻ്റെ പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് വീണ്ടും ആ ഷോയിലേക്ക് തിരിച്ചു കയറാൻ പറ്റി. അപ്പോഴും എനിക്ക് ഉറപ്പായി എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട്. അമ്മയുടെ പ്രസൻസ് അപ്പോഴും എനിക്ക് കാണിച്ച് തന്നുകൊണ്ടിരുന്നു. സിനിമ പുറത്തിറങ്ങി, തിയേറ്ററിലെല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു വിജയം നേടി. OTTയിലും അതുപോലെ തന്നെ തിയേറ്ററിൽ എന്തുമാത്രം റെസ്പോൺസ് കിട്ടിയോ അതേപോലെ തന്നെ സെയിം റെസ്പോൺസിന് OTTയിൽ കിട്ടി. എല്ലാ ലാംഗ്വേജിലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി. ഒരുപാട് അപ്രീസിയേഷൻ ആ ക്യാരക്ടറിന്, ഡോൺ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എനിക്ക് കിട്ടി. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട് ജോയി ചേട്ടനോട്, ഇത്രയും നല്ലൊരു വേഷം എനിക്ക് തന്നതിന്. എൻ്റെ ലൈഫിൽ ഒരുപാട് ഭയങ്കരമായിട്ട് തോറ്റിട്ടുള്ള ഒരാളാണ്. എൻ്റെ കൂടെയുള്ള പഠിച്ച എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം. സാഗർ എങ്ങനെ ഇതിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു അത്. ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്ത് അത് ഞാൻ നേടിയെടുത്ത്. എൻ്റെ ലൈഫിൽ ഏറ്റവും എൻ്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ടൂളെന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമ കാരണമാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടും എൻ്റെ അമ്മയുടെ ഒരു പ്രസൻസും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പണിയെടുക്കുക. അതെല്ലാം അടിപൊളിയാവുന്നേ. എല്ലാവരും അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്.